ശാന്തി, ഇപ്പോൾ നിപയുടെ കാര്യത്തിൽ എന്താണ് നമുക്കിനി കോഴിക്കോട് മേഖലയിൽ കോഴിക്കോട് ഇത്തരം കേസുകൾ വരുമ്പോൾ നമ്മൾ വലിയ രീതിയിൽ അലർട്ടുകൾ നൽകാറുണ്ട്. ഇപ്പോൾ 77 കേസുകൾ അല്ലെങ്കിൽ 77 സമ്പർക്ക പട്ടിക എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതുണ്ടോ? അവിടെ ഒരു സോണായിട്ട് പ്രഖ്യാപിക്കേണ്ടത് ഉണ്ടോ? കൈകാര്യം നിലവിൽ നമുക്ക് നമ്മുടെ കൈകളിൽ തന്നെ നിൽക്കുമോ കാര്യങ്ങൾ? എൻ്റെ കണക്കുകൂട്ടലനുസരിച്ച് നമ്മൾ ഈ നിപ്പയിൽ സമ്പർക്ക പട്ടികയുടെ പ്രാധാന്യം എന്താണ് എന്ന് നോക്കിയാൽ സമ്പർക്ക പട്ടിക തീർച്ചയായിട്ടും ആരൊക്കെ ഈ രോഗിയുമായി അടുത്ത് ഇടപഴകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. അടുത്ത് ഇടപഴകിയെ തന്നെ അവരുടെ നമ്മൾ റിസ്ക് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ലക്ഷണങ്ങൾ കാണിക്കാത്ത ഒരാൾ രോഗം പകർച്ചയ്ക്ക് കാരണമാകുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഉടനെ ആശുപത്രിയിൽ എത്തുക, അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ അറിയിച്ച ആശുപത്രിയിൽ എത്തി ടെസ്റ്റ് ചെയ്യുക. പിന്നെ മാത്രമല്ല, നമ്മളൊരു രോഗിക്ക് ലക്ഷണങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഷിഫ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് വരും വരെ നമ്മൾ അവരെ അവിടെ തന്നെ വെക്കും. എന്തുകൊണ്ടെന്ന് അസുഖം പനിയുള്ളപ്പോഴാണ് ഇത് ഏറ്റവും അധികം മറ്റുള്ളവരിലേക്ക് പടരാൻ സാധ്യത. അപ്പോൾ ഇൻഫെക്ഷൻ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ മറ്റൊരാൾക്ക് രോഗകാരണമാകുകയുള്ളൂ. അതുതന്നെ അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ, റെസ്പിറേറ്ററി ഡിസ്ട്രസ്, റെസ്പിറേറ്ററി സെക്രീഷൻസ്, ചുമ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഇടപഴകുമ്പോഴാണ് രോഗം വരുന്നത്. അപ്പോൾ സമ്പർക്ക പട്ടിക പ്രധാനമായിട്ടും രോഗലക്ഷണങ്ങൾ ഇനി ആർക്കെങ്കിലും വരുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ക്വാറന്റൈൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. നമ്മുടെ ആളുകൾ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ സമ്പർക്ക പട്ടികയിലുള്ള ആളുകൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ അവർക്ക് പനിയോ ലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ അതൊരു വളരെ പാനിക്കിന് കാരണമാകും. അതുകൊണ്ടാണ് ഈ സമ്പർക്ക പട്ടിക നേരത്തെ ഉണ്ടാക്കി ആളുകളോട് പറയുന്നത് ഇന്ന ഇന്ന ആളുകളുണ്ട്. മാത്രമല്ല, ആളുകൾ വോളണ്ടിയർ ചെയ്ത് സമ്പർക്ക പട്ടികയിലുള്ളവർ നമ്മളോട് പറയാറുമുണ്ട്. ഇതാണ് സമ്പർക്ക പട്ടികയുടെ പ്രാധാന്യം. മാത്രമല്ല, ഈ പ്രദേശങ്ങളിലുള്ളവർ ഓരോ പ്രാവശ്യം ഔട്ട് ബ്രേക്ക് വരുമ്പോൾ അവർ വളരെയേറെ ഭയന്നിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. മാത്രമല്ല, ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിൽ പല പ്രാവശ്യം ഔട്ട് ബ്രേക്ക് വരുമ്പോൾ അത് നമുക്കൊരു എല്ലാ തരത്തിലും അത് ഈ അസുഖത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വാണിജ്യ മേഖലയും മറ്റു പല തരത്തിലും കേരളത്തിലെ അത് ബാധിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രദേശങ്ങൾ വവ്വാലുകളെ ഒപ്പം മാറ്റിയിട്ട് നമുക്ക് നിപ്പ മാറ്റാൻ കഴിയില്ല. വവ്വാലുകളോടുള്ള ഒപ്പം ഒരു സഹവർത്തിത്വത്തിൽ എങ്ങനെ ജീവിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഡോക്ടർ, ഇന്നിപ്പോൾ ആരോഗ്യസ്ഥിതി ഗുരുതരമായിട്ട് രോഗം സ്ഥിരീകരിച്ച വ്യക്തി ഗോഡൌണിൽ പോയിരുന്നു. ആ ഗോഡൌണിൽ നിന്നാണോ അവിടെ വവ്വാലിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ പഴം കഴിച്ചു, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ട്. അപ്പോൾ അതും വളരെ ഗൗരവത്തോടെ നമ്മൾ ഇനി വരും ദിവസങ്ങളിലൊക്കെ കാണേണ്ടതുണ്ടോ? പുതുതായിട്ടൊരു അവബോധം കൊടുക്കേണ്ടതുണ്ട് ആളുകൾക്ക്. നമ്മൾ ആളുകളോട് പറയേണ്ടത്, വവ്വാലിൻ്റെ ആവാസ വ്യവസ്ഥയും മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയും മാറ്റാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ആ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. മാത്രമല്ല, നമ്മുടെ എല്ലാ ഔട്ട് ബ്രേക്കും ഏപ്രിൽ മെയ് തൊട്ട് ഡിസംബർ ഏകദേശം സെപ്റ്റംബർ വരെയാണ് ഇപ്പോൾ കേരളത്തിൽ ഔട്ട് ബ്രേക്ക് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ മാസങ്ങളിൽ നമ്മൾ കൂടുതൽ ജാഗരൂകരാകണം. അങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് പടക്കം പൊട്ടിക്കുക, അല്ലെങ്കിൽ വവ്വാലിനെ ഓടിച്ചു വിടുക, ഇങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരാളും ചെയ്യാൻ പാടില്ല. മാത്രമല്ല, വവ്വാലിൻ്റെ കാടുകളിലൊക്കെ പോകുമ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. എന്ന് വെച്ചാൽ ഏറ്റവും അധികം വവ്വാൽ സ്ട്രെസ്ഡ് ആകുമ്പോഴാണ് ഈ വൈറസ് സെക്രീറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ വവ്വാലിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. 2 പഴങ്ങൾ, ഏതെങ്കിലും ജീവി കൊത്തിയതോ കടിച്ചതോ ആയിട്ട് ഉപേക്ഷിച്ച പഴങ്ങൾ അതൊന്നും കഴിക്കാതിരിക്കുക. അതുപോലുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കുക. പഴങ്ങൾ നല്ലപോലെ കഴുകിയതിന് ശേഷം മാത്രം കഴിക്കുക. ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഓരോ വ്യക്തിയിലും എങ്ങനെ വന്നു, എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, കേരളത്തിലെ ആദ്യത്തെ ആൾക്ക് എങ്ങനെ വന്നു. നമ്മളിപ്പോൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്, കേരളത്തിലെ വവ്വാലുകളിൽ നിപ്പ കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വയനാട്, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം മേഖലകളിലൊക്കെ നമ്മൾ ഈ ഔട്ട് ബ്രേക്ക് വരുമ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി നടത്തിയ പഠനത്തിൽ അവിടെ നിപ്പ വൈറസിൻ്റെ സാന്നിധ്യവും നിപ്പ വൈറസിൻ്റെ ആൻറ്റിബോഡിയും ആ വവ്വാലുകളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, രോഗം ബാധിച്ച വ്യക്തിയിലും നമ്മൾ വൈറസിനെ കണ്ടെത്തിയിട്ടുണ്ട്. ആ വൈറസിൻ്റെയും ബാറ്റിലെ വൈറസും ഏകദേശം ഒരേപോലെയുള്ള വൈറസാണ് ജനിതക ഘടനയിൽ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത് ഇത് ബാറ്റിൽ നിന്ന് വന്നതാണ്. ആദ്യത്തെ വ്യക്തിക്ക് എങ്ങനെ വന്നു, അതൊരു ചോദ്യചിഹ്നമായിട്ട് ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ കൂടുതൽ വെളിച്ചം വീശേണ്ടതുള്ളത്, എങ്ങനെ കണ്ടുപിടിക്കാം. മാത്രമല്ല, ഈ രോഗബാധിതരായ വ്യക്തികളുമായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ സർവൈവ് ചെയ്ത ആളുകൾ നമുക്ക് വളരെ കുറവാണ്. ഫസ്റ്റ് രോഗി സർവൈവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ
2 പേര് സർവൈവ് ചെയ്തിട്ടുണ്ട്, ആദ്യ രോഗികൾ. പക്ഷെ അവർക്കൊക്കെ എത്രത്തോളം ആദ്യം എങ്ങനെ കിട്ടി, അവർ പക്ഷെ വവ്വാലിൻ്റെ ആവാസ വ്യവസ്ഥയായിട്ട് ചേർന്നിട്ടാണ് ഇവരുടെ വീടുകൾ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. മാത്രമല്ല കേരളത്തിൽ ഇപ്പോൾ ഇതുപോലെ എല്ലാ ഔട്ട്ബ്രേക്കും നോക്കിയാൽ ഏകദേശം 33 കൺഫേം കേസസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഈ 33 കേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ രോഗത്തെ പഠിക്കാൻ പോകുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ ഇതില്ല. അപ്പോൾ എല്ലാ ഔട്ട്ബ്രേക്കും കൂടുതൽ പഠനത്തിനും കൂടി നമ്മൾ പ്രയോജനപ്പെടുത്തണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഈ പല ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം കണ്ടു. പ്രധാനമായിട്ടും നമുക്ക് അറിയേണ്ടത് ഏതൊക്കെ തരത്തിലാണ് ഇപ്പോൾ കേരളത്തിലുള്ള വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് എത്തുന്നത്. മാത്രമല്ല ആദ്യത്തെ വ്യക്തിക്ക് മാത്രമേ വവ്വാലിൽ നിന്ന് കിട്ടുന്നുള്ളൂ. പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ ക്ലോസ് കോണ്ടാക്ട് അങ്ങനെയാണ് ഇൻഫെക്ഷൻ വന്നിട്ടുള്ളത്. 2 ഔട്ട്ബ്രേക്ക് മാത്രമേ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ, 2018 വ്യാപിക്കുകയും ചെയ്തു. ശ്രീകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ശ്രീകുമാർ, ചോദിച്ചോളൂ സംശയം. ഞാൻ ഡോക്ടർ അരുണിനോടാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ഷീഗല്ല യഥാർത്ഥത്തില് പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഡയറിയയും കോളറയും ധാരാളം ഉണ്ടായിരുന്ന നാടാണ്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ നല്ലൊരു പരിധിവരെ ഇറാഡിക്കേറ്റ് ചെയ്തു. നമ്മുടെ പ്രിവെന്റീവ് സംവിധാനം ആരോഗ്യ മേഖലയില് നമ്മൾ ഈ ചികിത്സയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ കുറവാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം പല എപ്പിഡമിക്സും എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിവെന്റീവ് സംവിധാനത്തിന്റെ ഒരു അപര്യാപ്തതയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തില് ആ പ്രിവെന്റീവ് മെഷേഴ്സ് ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ആരോഗ്യ വകുപ്പ് കാര്യക്ഷമമായിട്ടുള്ള ധാരാളം പ്രവർത്തനം ചെയ്യണം. അതാണ് ഞാനൊരു ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തനം കൂടെയാണ്. അതുകൊണ്ടാണ് ആ ഒരു പരിമിതി ഉണ്ടോ? നിലവിലെ അതിന്റെ പരിമിതി അങ്ങ് കാണാൻ കഴിയുന്നുണ്ടോ? നിലവിലെ പരിമിതി പിന്നെ എന്തർത്ഥത്തിലാണ് പരിമിതി എന്ന് ഉദ്ദേശിച്ചത് താങ്കൾ? ഞാൻ ചോദിച്ചത് അങ്ങ് ഈ പറയുന്ന കുറച്ചുകൂടി ഗൗരവത്തോടെ ഇത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന രീതിയിലേക്കാണല്ലോ അങ്ങ് തീർച്ചയായിട്ടും ഗൗരവത്തോടെ ഇത് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പ്രിവെന്റീവ് മെഷേഴ്സ് കൂടുതൽ ശക്തമാക്കണം എന്നുള്ളത്. ഒരു അഡീഷണൽ ഡയറക്ടർ പോരാ. എനിക്ക് ഞാൻ എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള സജഷൻ ഒരു ഡയറക്ടർ തന്നെ ഇതിനു ചോദ്യത്തിലേക്ക് ഒന്ന് വന്നാൽ, സമഗ്രമായ ഒരു ചോദ്യത്തിലേക്ക്. അപ്പൊ ചോദ്യം ഇതാണ്, ആ പ്രിവെന്റീവ് സംവിധാനം മെച്ചപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ വാട്ടർ ബോണ്ട് ഡിസീസ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഡയറിയയും അലതരിലെ ഡിസെൻട്രി മാതിരിയുള്ള അസുഖങ്ങൾ, അതുപോലെ മറ്റ് ഈ വാട്ടർ ബോണ്ട് ഡിസീസ്, ബാക്ടീരിയൽ ഡിസീസ് ഒക്കെ വരുന്നതിന്റെ അതെല്ലാം ഞാൻ പറഞ്ഞ മൊത്തത്തിൽ നമ്മൾ ഈ പ്രിവെന്റീവ് മെഷേഴ്സ് ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ അതിന്റെ നല്ലൊരു പരിധി വരെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. ആ സംവിധാനം മെച്ചപ്പെടുത്തണം. അതോടൊപ്പം തന്നെ നമ്മുടെ മെഡിസിന്റെ കാര്യത്തിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഏതൊക്കെ മെഡിസിനാണ്, ആന്റിബയോട്ടിക്സ് ആണെങ്കിൽ ആന്റിബയോട്ടിക്സ്, പാരസിറ്റമോൾ, ചോദ്യം വ്യക്തമാണ്. ശ്രീ NM അരുൺ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതെ, ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജലത്തിൻ്റെ ക്വാളിറ്റി വളരെ മോശമാണ്, മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുമ്പുണ്ടാവാത്ത അത്രയധികം ടൈഫോയിഡും ഹെപ്പറ്റൈറ്റിസ് എയും ഒക്കെ കഴിഞ്ഞ 2-3 വർഷം നമ്മൾ കണ്ടു. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ എന്ന നിലയിൽ രോഗികളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം തന്നെ ജലജന്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ഷിഗല്ലയും, അതുപോലെ കോളറയായാലും, അതുപോലെ ഇങ്ങനെ ഒരുപാട് അസുഖങ്ങളുണ്ടല്ലോ. ജലത്തിൻ്റെ ക്വാളിറ്റി വളരെ മോശമാണ്. അപ്പോൾ അത് നമ്മുടെ സമൂഹം ഒന്നാകെ, സർക്കാരും എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സർക്കാർ എന്ന് പറയുമ്പോൾ കിണറുകളുടെ കാര്യങ്ങൾ, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലുമുള്ള മറ്റേ വാട്ടർ ഫിൽട്രേഷൻ പ്ലാന്റുകളുടെ കാര്യങ്ങൾ, അതുപോലെ തന്നെ പൈപ്പുകളുടെ ഗുണനിലവാരങ്ങൾ, അതുപോലെ മുഴുവൻ സമയം വെള്ളം എത്തിക്കാൻ സാധിക്കും. വെള്ളം കുറേ നേരം പൈപ്പുകൾ ഇല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് പ്രഷർ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ വേറെ പല മാലിന്യങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. നമ്മളൊരു ഇപ്പോഴും വളരെ നമ്മൾ കേരളത്തിലെ ആരോഗ്യ മേഖല വളരെ എന്താ പറയുക, വികസിത രാജ്യങ്ങൾക്ക് സമാനമാണെന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ വെള്ളത്തിൻ്റെ സ്ഥിതി വളരെ മോശമാണ്. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ അവർ ടാപ്പിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത്. ആ ടാപ്പിലെ വെള്ളം തിളപ്പിക്കാതെ ഫിൽറ്റർ ചെയ്യാതെ കുടിക്കുന്ന ആളുകളാണ് അവിടെ. അവർക്ക് അത്രയും ഉറപ്പാണ് അവരുടെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി അത്രയും നല്ലതാണെന്നാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി വളരെ മോശം തന്നെയാണ്. അത് ഇത്രയും കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രോഗികളെയൊക്കെ പരിചരിക്കുന്ന ആളുകൾ അവരെങ്ങനെയാണ് അവരൊരു മുൻകരുതൽ എടുക്കേണ്ടത്? കാരണം കുഞ്ഞുങ്ങളാണല്ലോ, അപ്പോൾ അവരെ അകറ്റി നിർത്താൻ
എത്തുമേയില്ല, കഴിയുകയില്ല. അപ്പോൾ അവരെ പരിചരിക്കുന്ന ആളുകളോട് കൂടി എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അതിന് ഹാൻഡ് ഹൈജീനാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കൈയിൻ്റെ വൃത്തിയാക്കലാണ്. അതായത് നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ അവിടെ എല്ലാം മലത്തിൻ്റെ അംശങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വരാൻ സാധ്യതയുണ്ട്. പറ്റുമെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് എല്ലാം ചെയ്യാം. ഇഷ്ടംപോലെ ഗ്ലൗസുകളെല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യത്തിന് ഗ്ലൗസുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഈ ഗ്ലൗസ് ഇല്ലെങ്കിലും കൈ കൊണ്ട് തന്നെ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ കൈയിൻ്റെ തൊലിയുടെ ഇടയിൽ കൂടിയൊന്നും ഈ രോഗമാണ് ഉള്ളിൽ കയറില്ല. ഈ കയ്യിൽ വരുന്ന മലത്തിൻ്റെ ഒരു അംശം നമ്മുടെ വയറ്റിലെത്തണം, വായിൽ കൂടെ എത്തണം. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മുടെ കൈ വളരെ വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകിയാൽ മാത്രം മതി. ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് എടുത്തിട്ട് കൈ വൃത്തിയായിട്ട് കഴുകി കഴിഞ്ഞാൽ തന്നെ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ മറ്റൊരാളെ സ്പർശിക്കുമ്പോഴോ ഒക്കെ തന്നെ അതിനു മുമ്പായിട്ട് നമ്മൾ ഈ കുട്ടിയെ കൈകാര്യം ചെയ്തതിന് ശേഷം ഉടനെ തന്നെ വൃത്തിയായിട്ട് കൈ കഴുകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് എപ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. അതുപോലെ തന്നെ ഹാൻഡ് സാനിറ്റൈസർ ഇപ്പോൾ ധാരാളം അവൈലബിൾ ആണ്. സാനിറ്റൈസർ ഉപയോഗിക്കാം. സാനിറ്റൈസർ മാത്രം വേണമെന്നില്ല, വെള്ളവും സോപ്പും മാത്രം മതി. അപ്പോൾ വൃത്തിയായിട്ട് കൈ കഴുകുക എന്നുള്ളതാണ്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും വേറെ ആളെ സ്പർശിക്കുന്നതിന് മുമ്പ് ഒക്കെ തന്നെ ഈ പരിചരിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആ രീതിയിലാണ്. അവർക്ക് രോഗം വരാതിരിക്കാനും അവർ വഴി വേറൊരാൾക്ക് രോഗം കിട്ടാതിരിക്കാനും വേണ്ടിയിട്ട് വ്യക്തി ശുചിത്വമാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായും.